ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുകയാണ്, രാജി ചേച്ചി. എൻ്റെ തൊട്ട് നെയ്ബറാട്ടോ. അപ്പോൾ ചേച്ചി ഇന്ന് ഒരു പരിപ്പ് വട ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലുണ്ടാക്കണ തന്നെ, പക്ഷേ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നോർത്താണ് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളെ കാണിച്ചു തരും. സ്റ്റാർട്ട് ചെയ്താ. ഞാൻ ഇന്ന് പരിപ്പട ഉണ്ടാക്കാൻ പോകും. പരിപ്പട ഉണ്ടെങ്കിൽ ഇത് സപ്പയ്ക്ക് സൊപ്പിലെയാണ് വട ഉണ്ടാക്കുന്നത്. ഇത് സപ്പയ്ക്ക് സൊപ്പാണ്. ഇതിലാണ് വട ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സൊപ്പാണ് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ചേർക്കാൻ ഇൻഗ്രീഡിയൻസ് ഇത് ഒരു ഓനിയൻ, ഇത് ജിഞ്ചർ, കറി ലീഫ്, പിന്നെ ഗ്രീൻ ചില്ലി വേണ്ട, ചില്ലി പൗഡർ മതി. ഓക്കെ. ഈ ചില്ലി പൗഡർ, പിന്നെ എൽജി പൗഡർ, സാൾട്ട്. ഞങ്ങൾ ഇന്ന് ഇത് 2 ഗ്ലാസ്സാണ്. ഓക്കെ. ചന്നാദാൽ 2 ഗ്ലാസ്സാണ്. ഇത് ഒരു 4 മണിക്കൂറാ. ചന്നാദാലല്ലേ എടുക്കണ്ടേ? ഓക്കെ. കടലപ്പരിപ്പ്. ഇത് ഒരു 4 മണിക്കൂർ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അത് ഇത് സോക്ക് ചെയ്തിട്ടല്ലേ? സോക്ക് ചെയ്തിട്ട് പിന്നെ സ്ട്രെയിൻ ചെയ്ത് ഇത് ഇപ്പൊ മിക്സിയിലാണ് അരക്കും. ഓക്കെ. ഇത് നല്ലവണ്ണം നൈസായിട്ടല്ല, നല്ലവണ്ണം അരച്ച് കുറച്ച് പരിപ്പൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം അല്ലേ? അതാണ് അതിന്റെ ടേസ്റ്റ്. നല്ലവണ്ണം നൈസായിട്ടില്ല, ഒന്ന് കാണിക്കും. അയ്യൊന്ന് മുഴുവനും അങ്ങനെ അരക്കണ്ട, പേസ്റ്റ് പോലെ അരക്കണ്ട. ഇതുപോലെ ഇത്രയും മതി. ഓക്കെ. ഇതാ നൈസ്. അരച്ച് റെഡിയായി. അതെ, അരച്ച് റെഡിയായി. പിന്നെ ഇതിന്റെ കൂടെ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത് പറയാം. ഈ സൊപ്പു എന്ന് പറയണത്, ഇത് സബ്ബക്കി സൊപ്പു എന്ന് പറയണത്, നമ്മൾ ഇവിടെ ഓണത്തിനൊക്കെ നമ്മൾ മലയാളികൾ യൂസ് ചെയ്യണത് ശരിക്കും ഓണത്തിന് പൂക്കൾ ഇടാനാണ്. അപ്പം കഴിഞ്ഞ ദിവസം പൂക്കൾ ഇടാനായിട്ട് ഞങ്ങൾ അരിഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ പറയായിരുന്നു പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഇത് നല്ലതാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, വന്നാൽ നമുക്ക് ഉണ്ടാക്കിയൊരു വീഡിയോ ഇട്ടാലോ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ ഇത് 2 ഗ്ലാസ്സിനാണ് പരിപ്പ്. 2 ഗ്ലാസ് പരിപ്പ്. പിന്നെ 1 ഗ്ലാസ്സിന് 1 സ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. കാരം അത്രേ വേണ്ട, എരിവ് അധികം വേണ്ട അല്ലേ? ഇത്രയും മതി, ടീസ്പൂൺ. 1 ഗ്ലാസ്സിന് 1 സ്പൂൺ അങ്ങനെ വെച്ചിട്ട്. പിന്നെ നമ്മളെ 2 ഗ്ലാസ് ഇല്ലേ പരിപ്പ് എടുത്ത്, അപ്പൊ 2 സ്പൂൺ. ചെറിയ സ്പൂണാ, ടീസ്പൂണാ? അതെ, ടീസ്പൂൺ മതിയാ. പിന്നെ ഈ ടീസ്പൂണിലാണ് സാൾട്ട്, അത് 1 ഗ്ലാസ്സിന് 1 സ്പൂണാണ്. അത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്, നന്നായിട്ടിരിക്കും. അത് 2 സ്പൂൺ അളവ്. കായംപൊടി അത് മസ്റ്റാണ്. ജിഞ്ചർ, എൽജി, ഈ പരിപ്പായതുകൊണ്ട് ജിഞ്ചറും എൽജിയും നമുക്ക് മസ്റ്റാണ്. അത് ഗ്യാസ്ട്രിക് ഒന്നും ആവാണ്ടിരിക്കാനൊക്കെ അതിനു വേണ്ടിയാണ്. അത് ഇഞ്ചി, കായം അത് മസ്റ്റാണ്. പിന്നെ ഇത് എല്ലാം കൂടി ചേർക്കും. ഓക്കെ. മിക്സ് ചെയ്യാം. ഈ ജിഞ്ചർ, ഇഞ്ചി, ജിഞ്ചർ, സവാള, ഒനിയൻ ഒരെണ്ണം മതി. ചെറുതായിട്ട് അരിയണം അല്ലേ? അതെ, ചെറുതരിഞ്ഞ സവാള. പിന്നെ കറി ഇത് ഇങ്ങനെ തന്നെ ചെറുതരിഞ്ഞ. ഇവിടത്തെ ആളുകള് ഇത് അക്കി റൊട്ടി ഉണ്ടാക്കാനും പിന്നെ സാൻഡ്വിച്ച് പോലെ ബ്രെഡിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തൊക്കെ കഴിക്കും. വളരെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ സൂപ്പ് എല്ലാം കൂടി
ചേച്ചി മിക്സ് ചെയ്യാനായിട്ട് ഗ്ലൗസിന് വരെ ഒരു കവറൊക്കെ ഇട്ട് ഹൈജീനിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെ അതെ. ചേർത്ത് സാൾട്ട്, ചില്ലി പൗഡർ, കായം, ഇഞ്ചി, സവാള, കറി ലീവ്സ്, വേപ്പില, പിന്നെ സബ്ബക്കി സോപ്പ്. വേണം. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഉപ്പുണ്ടോ എന്ന്. ഇല്ല, കുഴപ്പമില്ല. പാകം ഉപ്പൊക്കെ ഒരു കുഴപ്പമില്ല. വേണം. ഇനി അത് പരത്തി ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വെക്കും അല്ലേ? ഇങ്ങനെ ഇതുപോലത്തെ ബോളാക്കിയിട്ടാണ്. ഇനി ഇത് പരത്തുവോ എങ്ങനെയാ? അതെ, പരത്തെടുക്കും അല്ലേ? ഇത് ബാൾ പോലത്തെ ഫസ്റ്റ് ഉണ്ടാക്കും. വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല അല്ലേ? വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അതെ അതെ, വെള്ളം പാടില്ല. പരിപ്പില് സോക്ക് ചെയ്യുമ്പോ ഒത്തിരി നനവുണ്ടാവുമല്ലോ, അതിൽ നനവുണ്ടല്ലേ, അത് മാത്രം, ആ വെള്ളം മാത്രം മതിയാ. ഇത്രയും മതിയാ എണ്ണ. അതിലിങ്ങനെ എണ്ണ തേക്കോ കവറിൽ? കവറിൽ. അതെ, ഇത് ആദ്യത്തില് മാത്രമേ എണ്ണ ചേർത്താൽ മതി. ആദ്യം എണ്ണ നല്ലോണം ചൂടാവണം അല്ലേ? ചൂട് എണ്ണ ചൂടായെന്നറിയാം. കൈ വെച്ച് നോക്കിയാലേ ഇത് വട എങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിലെ എടപ്പള്ളിയില് ഒരു കടയിൽ കിട്ടും, ഭയങ്കര തിന്നായിട്ട് പരത്തിയിട്ട്. അപ്പൊ ഉള്ളൊക്കെ നല്ലോണം ആ കടയിൽ ഭയങ്കര തിരക്കാന്നിട്ട് സ്റ്റുഡൻസും ഒക്കെ വന്ന് കഴിക്കും. ഇതുപോലത്തെ പരത്തി ചേച്ചി പരത്തി. അത് കവറിടണ കാരണമെന്ന് തോന്നണം അല്ലേ? ഇതുപോലെ തിന്നായിട്ട് തീ കുറച്ചാണോ വെച്ചേക്കണേ? കുറച്ചാ വെച്ച പതുക്കെ അങ്ങനെ വെച്ചാൽ മതി. അതെ, ഫ്ലെയിം കുറച്ച് സിമ്മിൽ ഇടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ചീര ആയതുകൊണ്ട്. അതെ അതെ, ചീര ആയതുകൊണ്ട് ആദ്യം ഇടാൻ സമയത്ത് സിമ്മില് വെക്കും. തീ അധികം കൂട്ടരുത് അല്ലേ? ഇത് സംഭവം അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പയ്യെ കൂട്ടിയാ മതി. അതെ അതെ, കൂട്ടിയാ. ചേച്ചിയുടെ അമ്മ അച്ഛനും ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞങ്ങള് പിള്ളസാറെന്നാണ് ഞങ്ങള് വിളിക്കണത്. പിള്ളസാറ എവിടെ വർക്ക് ചെയ്തിരുന്നത്? IAS വാട്ടർ സപ്ലൈ ബോർഡ് ചെയർമാൻ ആയിരുന്നു. IAS അവിടുന്ന് റിട്ടയർഡ് ആയതാണ്. ഇത് അമ്മ. നമ്മുടെ പേര് നീലം. തമിഴാണ് ഇവര് സംസാരിക്കുന്നത് കൂടുതൽ. മലയാളം അറിയാം. അതെ അതെ അതെ. വർക്ക് ചെയ്തിരുന്നത് അവിടെയാണല്ലേ?
5 വർഷം ലണ്ടനിലുണ്ടായിരുന്നു. ഓ ഞങ്ങളപ്പോ പിള്ളസാർ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെന്റിലെ പിള്ളസാർ ഇതാണ്. പിള്ളസാറിന്റെ മോന്റെ വൈഫാണ് രാജി ചേച്ചി. മോളുണ്ട്. കന്നഡ അതെ അതെ അതാ. അപ്പൊ ശരി, എല്ലാവരും പരിപ്പട ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതായത് ചേച്ചി ഒന്നുകൂടി എന്തൊക്കെയോ പറയാൻ ചേച്ചിക്ക് വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടി ഇന്ന് പരിപ്പട ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടീ ടൈമാണ്. എടുത്തോണ്ടേ ചേച്ചി എടുക്കും. ചേച്ചി കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയത് അതിന് വേണ്ടി അവർ കൊടുക്കും. സൂപ്പർ. അതാ സൊപ്പൂന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. സൊബക്കി സൊപ്പു എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫ്ലേവർ ഉണ്ട്. ഇനി നല്ല രുചിയാ. ഇപ്പൊ എല്ലാം കറക്റ്റാ. അമ്മ ചോദിക്കുക ഉപ്പൊക്കെ കറക്റ്റാണ്. എല്ലാം കറക്റ്റാ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. താങ്ക് യു.